ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു ഈവനിങ് ഡിന്നർ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഭയങ്കര ഈസി ഡിന്നറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിന്നറാണ് കേട്ടോ. ഗോതമ്പ് പുട്ടും മീൻകറിയും. അപ്പം എന്താ, നമുക്ക് ആദ്യം ഗോതമ്പ് പുട്ടിനുള്ള പണി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആകാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതാ പുട്ടുണ്ടാക്കേണ്ട പരിപാടിയാണ്. ഇപ്പോൾ 2 ആൾക്കുള്ള പുട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 1/4 കപ്പാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1/4 കപ്പിൻ്റെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കണക്ക് പറഞ്ഞത്. ഗോതമ്പ് പുട്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണം, കാരണം നമ്മൾ മറ്റ് സാധാരണ പുട്ടൊക്കെ ആണെങ്കിൽ 1/4 കപ്പ് 2 കപ്പ് മതി. പക്ഷേ ഇത് ഗോതമ്പ് പുട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ച് അങ്ങനെയെല്ലാം ആക്കുന്നതുകൊണ്ട് 1/4 കപ്പ് 3 1/4 കപ്പെങ്കിലും വേണം. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അധികം വെള്ളം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ച് പോകാനേ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. ഈ ഗോതമ്പ് പുട്ട് കുഴക്കുമ്പോൾ വെള്ളം തീരെ കൂടി പോകാൻ പാടില്ല കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം, നമ്മൾ പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേ പൊടിയായി പോയി, കുറേ ക്വാണ്ടിറ്റി കൂടി വരേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങ് കുഴച്ചെടുക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ മിക്സീൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും, അതൊന്ന് പൾസ് ചെയ്തെടുക്കും. അതാണ് കറക്റ്റായിട്ട് നമുക്ക് നല്ല തരി പോലത്തെ ഒരു ഗോതമ്പ് പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സിയിലങ്ങ് ഇടുക. മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കേണ്ട പോലെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തരി പോലെ വന്നോളും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഗോതമ്പ് പുട്ട് നമ്മൾ നനച്ച പൊടിയും എല്ലാം കറക്റ്റാണ്. ഇതുപോലെ നല്ല കട്ടയൊന്നും കൂടാണ്ട് നല്ല ഗോതമ്പ് പുട്ട് കിട്ടും. ഇനി നമ്മളെ പണി എളുപ്പമാണല്ലോ, അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ കുറച്ച് സാധനം കൂടെ ചതച്ചെടുക്കാനുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നില്ല, മുളകിട്ട കറിയാണ് വെക്കുന്നത്, അതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതും അവിടെ ചതച്ച് കിട്ടി. നിങ്ങൾക്ക് ചതക്കാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഒന്ന് മുറിച്ചിട്ടാലും മതി കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ, മീൻ ഉണ്ടാക്കുമ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആയാലും ചെറിയുള്ളി ആയാലും ചതച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് കൂടുതലായി തോന്നാറ് കേട്ടോ. പിന്നെ മീൻ നമുക്ക് അയിലയാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള സാധനമായതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അയില തന്നെയാണ് വാങ്ങാറ്. 100 റുപ്യേൻ്റെ അയില കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നമ്മളെപ്പോഴും വാങ്ങുന്നിടത്തല്ല വാങ്ങിയത്, വേറൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് അയില തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെതമ്പലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കത്രികേനെ കൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് വേഗം പണി തീർക്കും. അയില ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. ബാക്കിയുള്ള മീനുകളെ പോലെയല്ല. ഞാൻ തല കളയാറില്ല കേട്ടോ. ചെറിയ അയിലേൻ്റെ ആയാലും വലിയ അയിലേൻ്റെ ആയാലും തല കളയാറില്ല, തലയോടെ മുറിച്ചെടുക്കലാണ്. എന്നിട്ട് ഉള്ളത്തെ അഴുക്ക് മുഴുവനും ഇതുപോലെ ഒറ്റയടിക്ക് അങ്ങ് എടുത്ത് കളയാറാണ്. ഇനി നമ്മൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ പാത്രത്തിൽ, അതായത് നമ്മൾ ചായപാത്രത്തിലില്ലേ, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് കുടംപുളി ഇടാനാട്ടോ. കുടംപുളി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കുടംപുളി അതിൽ പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് വെച്ചത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാളയാണ് ആഡ് ചെയ്തത്. സവാള ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. എനിക്ക് സവാള ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റി ആക്കുന്നുണ്ട്. ഇത് കണ്ണൂർ സ്റ്റൈലോ അങ്ങനെ ഇന്ന സ്റ്റൈൽ മീൻകറിയൊന്നുമല്ല, ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ്. അപ്പം നടുക്ക് കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരട്ടപ്പുട്ട് ഞാൻ കുക്കറിലാട്ടോ ആവി കയറ്റാറ്, അതവിടെ ആവി കയറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിപ്പുട്ടിനെയും കാട്ടിയും കുറച്ചും കൂടെ സമയമെടുക്കും നമ്മൾ ചിരട്ടപ്പുട്ട് ആവാൻ വേണ്ടിയിട്ട്, കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ അത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിയിലേക്ക്, അതായത് ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചെറിയ ഉള്ളി പേസ്റ്റ് അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വഴയണം, കടിക്കുന്ന പോലെ ഉണ്ടാവരുത്. എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നല്ലോണം വഴഞ്ഞ ശേഷം ഇനി ഞാൻ പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അത്ര ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് എരിവിന് ആവശ്യമായും കളറിനൊക്കെ ആവശ്യമായ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാറുണ്ട്. മല്ലിപ്പൊടി ആ ഒരു കൊഴുപ്പിനൊക്കെ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. മുളക് പൊടി നന്നായിട്ടിട്ട് ഈ ചട്ടി നിറച്ചും കറി വെക്കുന്നതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി ഇട്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് കറി വീണ് തിളക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പൊടികളുടെ ആ ഒരു സത്ത് മുഴുവൻ അതിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെയും അത് പോയിട്ട് ഒരുമാതിരി എല്ലാവും.
ഇനി നമ്മൾ മീൻ മുറിച്ച് വെച്ച മീൻ 2 കഷ്ണമായിട്ട് കറി വെക്കാൻ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ആ മീൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക, കാരണം പെട്ടെന്നൊന്നും ഉടഞ്ഞു പോയില്ല അതിൽ. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ അധികം സ്പൂണിട്ട് ഇളക്കാൻ പറ്റില്ല. പിന്നെ കൂടുതൽ യൂസ് ചെയ്ത് ഇതുപോലത്തെ ചട്ടകം പോലത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. ബാക്കിയുള്ള സ്പൂണൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഇത് ചട്ടി ഇങ്ങനെ ഇളക്കാനേ പാടുള്ളൂ കേട്ടോ. അടുക്കളയിൽ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ് കേട്ടോ, അതിങ്ങനെ സ്വെറ്റ് ചെയ്ത പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്, അതായി മുകളിൽ കാണുന്നത്. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് കറി കുറച്ച് ലൂസായി, കുറച്ച് ചാറധികം വേണം, അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ വെച്ചത്. നമ്മൾ പുട്ടിന് ആവശ്യമുള്ള കറി എടുത്ത ശേഷം നമ്മൾ ഇത് കുറഞ്ഞു വന്നോളൂ. അപ്പം കുറച്ചൊന്ന് ചൂടാക്കുമ്പോഴേക്ക് പിന്നെ തലേന്നാകുമ്പോഴത്തേക്ക് കുറച്ച് കൊഴുത്ത് വന്നോളും. അപ്പോൾ ഇപ്പം ചാറ് കൂടുതൽ വേണ്ടതുകൊണ്ട് കേട്ടോ അങ്ങനെ വെച്ചത്. ഇനി പുട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഗോതമ്പ് പുട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ അടിപൊളി ഗോതമ്പ് പുട്ടും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വറക്കുന്ന മീൻകറി, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ഇറ്റ്സ് ബൈ ഫ്രം ആതിര. ബൈ ബൈ.